നെന്മാറ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി ചെന്താമരയെ പോലീസ് പിടികൂടി. പോത്തുണ്ടി മലയിൽ നിന്നാണ് ചെന്താമരയെ പിടികൂടിയത്. ഒരു പകൽ മുഴുവൻ നീണ്ടുനിന്ന പരിശോധനയ്ക്കൊടുവിലാണ് പ്രതിയെ പിടികൂടിയത്. ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിച്ചുവെന്ന പ്രതീതി സൃഷ്ടിച്ച ശേഷം സ്ഥലത്ത് നിന്ന് മടങ്ങുന്നതിനിടെയാണ് പ്രതി പിടിയിലായത്. തെരച്ചിൽ അവസാനിപ്പിച്ച് എല്ലാവരും മടങ്ങിയെന്ന് കരുതി വനത്തിനുള്ളിൽ നിന്ന് പുറത്തിറങ്ങാൻ പ്രതി തയ്യാറായപ്പോൾ അറസ്റ്റിലാവുകയായിരുന്നു. തെരച്ചിൽ അവസാനിപ്പിച്ചെന്ന് നാട്ടുകാരോട് പറഞ്ഞെങ്കിലും 2 പോലീസുകാർ വീതമുള്ള സംഘം വിവിധ സ്ഥലങ്ങളിൽ വിന്യസിച്ചിരുന്നു. അറസ്റ്റിലായ പ്രതിയെ നെന്മാറ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. നാട്ടുകാർ സ്റ്റേഷൻ പരിസരത്ത് തടിച്ചുകൂടിയിരുന്നു. ഒരു ഭാവവ്യത്യാസവുമില്ലാതെയാണ് പ്രതി സ്റ്റേഷനിൽ നിന്നത്. പ്രകോപിതരായ നാട്ടുകാരെ പിരിച്ചുവിടാൻ ലാത്തി വീശിയ ശേഷം പോലീസ് സ്റ്റേഷൻ ഗേറ്റ് പൂട്ടുകയും ചെയ്തു. നെന്മാറ പോത്തുണ്ടി ബോയിങ് കോളനിയിലെ സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെയാണ് പ്രതിയായ ചെന്താമര ക്രൂരമായി കൊലപ്പെടുത്തിയത്. ഇന്നലെ രാവിലെ 9:15 അരുങ്കൊല. വ്യക്തിവൈരാഗ്യമായിരുന്നു കാരണം. 5 വർഷം മുമ്പ് സുധാകരൻ്റെ ഭാര്യ സജിതയെ ചെന്താമര വീട്ടിൽ കയറി കഴുത്തറത്ത് കൊന്നിരുന്നു. അന്ന് പോലീസ് നയം മണം പിടിച്ച് ചെന്താമരയുടെ ബന്ധുവായ പരമേശ്വരൻ്റെ വീട്ടിലാണ് എത്തിയത്. പരമേശ്വരൻ്റെ ഭാര്യയെയും കൊല്ലാൻ പദ്ധതിയിട്ടിരുന്ന പ്രതി അവിടെ എത്തുകയും എന്നാൽ കാണാത്തതിനെ തുടർന്ന് തിരികെ പോവുകയുമായിരുന്നു. ഈ കേസിൽ 3 മാസം മുമ്പാണ് ജാമ്യത്തിലിറങ്ങിയത്. ചെന്താമരയ്ക്ക് മാനസികമായി ഒരു പ്രശ്നമില്ലെന്ന് നാട്ടുകാരും ബന്ധുക്കളും വ്യക്തമാക്കുന്നു.